നമസ്കാരം. അമേരിക്കയിലെ കെൻഡക്കിയിലെ ലൂയിസ്വില്ലെ മുഹമ്മദ് അലി അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപം വ്യവസായ മേഖലയിലേക്ക് ഒരു കാർഗോ വിമാനം ഇടിച്ചു തകർന്നുണ്ടായ അപകടത്തിൽ മരിച്ചവരുടെ എണ്ണം 13ആയി. UPS ചരക്ക് വിമാനമാണ് അപകടത്തിൽപ്പെട്ടത്. വിമാനത്തിലുണ്ടായിരുന്ന 3 ജീവനക്കാരും അപകടത്തിൽ കൊല്ലപ്പെട്ടതായി അധികൃതർ സ്ഥിരീകരിച്ചു. UPSന്റെ മാക്ഡൊണാൾഡ് ഡഗ്ലസ് MD-11 കാർഗോ വിമാനം ടേക്ക് ഓഫിന് തൊട്ടു പിന്നാലെയാണ് അപകടത്തിൽപ്പെട്ടത്. വിമാനത്തിന്റെ ഇടതു ചിറകിൽ തീ പടരുകയും എഞ്ചിൻ താഴെ പതിക്കുകയും ചെയ്തതോടെയാണ് ദുരന്തമുണ്ടായതെന്ന് ഫെഡറൽ ഇൻവെസ്റ്റിഗേറ്റർമാർ ബുധനാഴ്ച പറഞ്ഞു. വിമാനം തകർന്നു വീണത് ഒരു വ്യവസായ മേഖലയിലേക്ക് ആയതിനാൽ തന്നെ മരണസംഖ്യ ഉയർന്നതായിട്ടാണ് പ്രാഥമികമായ നിഗമനം. അപകടത്തിൽപ്പെട്ട വിമാനത്തിലുണ്ടായിരുന്ന ജീവനക്കാർ ഇവരാണ്: ക്യാപ്റ്റൻ റിച്ചാർഡ് വാട്ടർബർഗ്, ഫസ്റ്റ് ഓഫീസർ ലീ ട്രൂട്ട്, ഇന്റർനാഷണൽ റിലീഫ് ഓഫീസർ ക്യാപ്റ്റൻ ഡാൻ ഡയമണ്ട്. വിമാനത്തിന്റെ അറ്റകുറ്റപ്പണികളിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ എന്ന് കേന്ദ്രീകരിച്ചാണ് നിലവിൽ അന്വേഷണം പുരോഗമിക്കുന്നത്. അപകടത്തിന് ആഴ്ചകൾക്ക് മുമ്പ് വിമാനം അറ്റകുറ്റപ്പണികൾക്കായി ടെക്സസിലെ സാൻ ആന്റോണിയോയിൽ എത്തിച്ചിരുന്നതായി രേഖകൾ വ്യക്തമാക്കുന്നു. സെപ്റ്റംബർ 3 മുതൽ ഒക്ടോബർ 18 വരെയാണ് വിമാനം ടെക്സസിൽ ഉണ്ടായിരുന്നത്. അപകട സ്ഥലത്ത് നിന്ന് വിമാനത്തിന്റെ ഒരു എഞ്ചിനും കോക്പിറ്റിലെ ഡാറ്റ റെക്കോർഡറും വോയിസ് റെക്കോർഡറും അന്വേഷണ സംഘം കണ്ടെടുത്തിട്ടുണ്ട്. പൊട്ടിത്തെറിച്ച വിമാനഭാഗങ്ങൾക്കിടയിൽ നിന്നാണ് കേടുപാടുകളില്ലാതെ ബ്ലാക്ക് ബോക്സ് കണ്ടെടുത്തത്. വിമാനം 475 അടി ഉയരത്തിലും മണിക്കൂറിൽ 210 മീറ്റർ വേഗതയിലുമായിരുന്നു സഞ്ചരിച്ചിരുന്നതെന്ന് രേഖകൾ സൂചിപ്പിക്കുന്നുണ്ട്. വിമാനത്തിന്റെ ഇന്ധന ടാങ്കിന് സമീപം വിള്ളൽ കണ്ടതിനെ തുടർന്നാണ് സെപ്റ്റംബറിൽ അറ്റകുറ്റപ്പണികൾക്കായി വിമാനം നിലത്തിറക്കിയത്. വിമാനം അഗ്നിഗോളമായി മാറിയതിനു പിന്നാലെ അപകടത്തിൽപ്പെട്ട എല്ലാവരെയും കണ്ടെത്താനായതായി പ്രതീക്ഷിക്കുന്നതായി ലൂയിസ്വില്ലെ മേയർ ഗ്രേഗ് ഗ്രീൻബർഗ് പ്രതികരിച്ചു. അപകടത്തെ തുടർന്ന് അടച്ചിട്ടിരുന്ന ലൂയിസ്വില്ലെ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ പ്രവർത്തനം സാധാരണ നിലയിലായിട്ടുണ്ട്. UPS ലൂയിസ്വില്ലെയിലെ ഏറ്റവും വലിയ ചരക്ക് കമ്പനികളിൽ ഒന്നാണ്. 20,000-ത്തിലധികം ജീവനക്കാർ മേഖലയിൽ UPSനായി ജോലി ചെയ്യുന്നുണ്ട്. ദിവസേന ഏകദേശം 300 വിമാനങ്ങൾ UPS കൈകാര്യം ചെയ്യുന്നു. ഈ ദുരന്തം UPSനും ഈ മേഖലയ്ക്കും വലിയ തിരിച്ചടിയാണ്. ടേക്ക് ഓഫിന് പിന്നാലെ UPS വിമാനത്തിന്റെ ഇടതു ചിറകിൽ തീ പടരുകയും എഞ്ചിൻ താഴെ പതിക്കുകയും ചെയ്തതോടെയാണ് അപകടമുണ്ടായതെന്ന് ഫെഡറൽ ഇൻവെസ്റ്റിഗേറ്റർ ബുധനാഴ്ച വ്യക്തമാക്കി. വിമാനത്തിന്റെ അറ്റകുറ്റപ്പണികളിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ എന്നാണ് നിലവിൽ പരിശോധനയ്ക്ക് വിധേയമാക്കുന്നത്. തകരുന്നതിന് ആഴ്ചകൾക്ക് മുന്നിൽ എത്തിച്ച് വിമാനം അറ്റകുറ്റപ്പണികൾക്കായി ടെക്സസിൽ എത്തിച്ചിരുന്നു. സെപ്റ്റംബർ 3 മുതൽ 18 ഒക്ടോബർ വരെ വിമാനത്തിൽ അറ്റകുറ്റപ്പണികൾക്കായി ടെക്സസിലെ സാൻ ആന്റോണിയോയിലായിരുന്നുവെന്നാണ് രേഖകൾ പറയുന്നത്. വിമാനത്താവള പരിസരത്ത് നിന്ന് താഴേക്ക് പതിച്ച എഞ്ചിനും അപകട സ്ഥലത്ത് നിന്ന് കോക്പിറ്റിലെ ഡേറ്റ റെക്കോർഡറും വോയിസ് റെക്കോർഡറും അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. പൊട്ടിത്തെറിച്ച വിമാനഭാഗങ്ങൾക്കിടയിൽ നിന്ന് കേടുപാടുകളില്ലാതെയാണ് ബ്ലാക്ക് ബോക്സ് കണ്ടെത്തിയിട്ടുള്ളത്. വിമാനം 475 അടി ഉയരത്തിലും മണിക്കൂറിൽ 210 മീറ്റർ വേഗത്തിലുമായിരുന്നു സഞ്ചരിച്ചിരുന്നതെന്ന് രേഖകൾ വിശദമാക്കിയിട്ടുണ്ട്. വിമാനത്തിന്റെ ഇന്ധന ടാങ്കിന് ചേർന്ന് വിള്ളൽ കണ്ടതോടെയാണ് സെപ്റ്റംബറിൽ അറ്റകുറ്റപ്പണികൾക്കായി വിമാനം നിലത്തിറക്കിയത്. അപകടത്തിന് പിന്നാലെ അടച്ച ലൂയിസ്വില്ലെ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ പ്രവർത്തനം സാധാരണ നിലയിൽ ആക്കിയിട്ടുണ്ട്. ലൂയിസ്വില്ലെയിലെ ചരക്കു കമ്പനികളിൽ ഏറ്റവും വലിയതാണ് UPS. 20,000-ത്തിലധികം ജോലിക്കാരാണ് മേഖലയിൽ മാത്രം UPSനായി ജോലി ചെയ്യുന്നത്.